ഹലോ കുട്ടീസ്, പാർട്ട് 1 നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് മാതാവിൻ്റെയും ബേബിയുടെയും ഫേസ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. പക്ഷേ ക്ലൈമാക്സിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ആരും എന്നെ ചീത്ത വിളിക്കരുത്. ഈ മാതാവിൻ്റെയും ബേബിയുടെയും ഹെയർ വെക്കുന്ന ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് നാളായി. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വീഡിയോ എടുത്ത് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് സമയം കൂടുതൽ എടുക്കുകയും അപ്പം ലാസ്റ്റ് ആയപ്പോഴത്തേക്കും കസ്റ്റമർ വരുന്ന ഏകദേശം സമയമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് വീഡിയോ എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് പണി തീർത്തിട്ട് എങ്ങാണ്ട് കൊടുത്തു വിടുകയാണ് ചെയ്തത്. അപ്പം അത് മിസ്സിങ് ആണ് കേട്ടോ. പുതിയ ചാനലിൻ്റെ ലിങ്ക് കിട്ടുന്നില്ല, റെസിപ്പീസ് ഇട്ട് തുടങ്ങിയോ, എന്താ ഇടാത്ത, ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ചാനലിൻ്റെ ലിങ്ക് ഇപ്പോൾ യൂട്യൂബിൽ നമ്മൾ എന്തിനെങ്കിലും ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങോട്ട് വർക്ക് ആവുന്നില്ല. നമുക്ക് ഡയറക്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ ചാനലിൻ്റെ പേര് ഞാൻ പറയാം. രുചി ബൈ ടീനു എന്നാണ്. RUCHI. ഞാൻ ഡിസ്ക്രിപ്ഷൻ ഒന്നുകൂടെ കൊടുക്കാം കേട്ടോ. പിന്നെ റെസിപ്പീസ് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ചുകൂടെ പണികളിങ്ങനെ പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട്. ചാനൽ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടതേ ഉള്ളൂ. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് ഇതിപ്പോൾ അനൗൺസ് ചെയ്യാൻ കാരണം എന്തെന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ റെസിപ്പീസ് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഇടാം എന്ന് പറഞ്ഞ് അത് കേട്ട് നിങ്ങളും മടുത്ത് കാണും. അപ്പം എൻ്റെ പ്ലാൻ ഇതാണ് എന്നൊന്ന് മുൻകൂട്ടി അറിയിച്ചതാണ്. അതായത് ഇതിനകത്തിപ്പം ഫോണ്ടൻ്റെ ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ കേക്കിൻ്റെ കുറച്ച് ഡിസൈൻസ് അങ്ങനെ അൽക്കുലത്ത് ഐറ്റംസ് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം റെസിപ്പീസ് ഇതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ആക്കുന്നില്ല. റെസിപ്പീസിന് വേറൊരു സെപ്പറേറ്റ് ചാനൽ. അപ്പോൾ ചാനലിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ടില്ല. നമുക്ക് പെട്ടെന്ന് അങ്ങനെ എടുത്തു ചാടി ചുമ്മാ ഒരു ചാനൽ അങ്ങനെ തുടങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കുറേ പ്രിപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പുറകിലാണ്. അപ്പോൾ എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ചാനലിൽ നിന്നല്ല, മറ്റ് പലരുടെയും ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ കാണാം റെസിപ്പീസ് ചോദിച്ചുകൊണ്ടുള്ള കമൻറ്റ്സ്. ഈ റെസിപ്പീസ് എല്ലാവരും ഷെയർ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് ഒരു ഹോം ബേക്കറായിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം റെസിപ്പീസ്, നമ്മുടെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്ത് എടുക്കുന്നതാണ്. അപ്പം നമ്മുടേതായിട്ടുള്ള കുറേ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റീസൊക്കെ അതിന് കാണും. അപ്പം അത് നമ്മൾ പബ്ലിക്കായിട്ട് അങ്ങനെ അങ്ങ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെയും അത് കുറച്ച് അഫക്റ്റ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുക്കിനും മൂലയിലും എല്ലായിടത്തും ഹോം ബേക്കേഴ്സാണ്. തൊട്ടടുത്ത വീട്ടിൽ തന്നെ കാണും കേക്ക് ചെയ്യുന്നവർ. തൊട്ടിപ്പോൾ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണെങ്കിൽ ആ ഒരു തൊട്ടടുത്ത ഫ്ലാറ്റിൽ തന്നെ കാണും കേക്ക് ചെയ്യുന്നവർ. അപ്പോൾ ഇതൊരു ശരിക്കും ഭയങ്കര കോമ്പറ്റീഷൻ ഫീൽഡാണ്. അപ്പം നമ്മുടെ റെസിപ്പി അങ്ങനെ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ. നമ്മളിതുകൊണ്ടാണല്ലോ പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ടാണ് പലരും റെസിപ്പീസ് അങ്ങോട്ട് അങ്ങനെ ഷെയർ ചെയ്യാത്തത്. എന്നാൽ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ. നമ്മൾ ഫീമെയിൽ ഫേസ് ചെയ്യുമ്പം കുറച്ച് കവിള് കൂടുതൽ കൊടുക്കുന്നതാണ് കാണാൻ കുറച്ചും കൂടെ നല്ലത്. പിന്നെ പെട്ടെന്ന് നമുക്ക് ആ ഒരു ഫേസ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും, അതായത് ഫീമെയിൽ വേർഷൻ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതും ഇതുപോലെ എന്തെങ്കിലും കവിളൊക്കെ ഇച്ചിരി കുറച്ച് ആഡ് ചെയ്യുമ്പോഴാണ്. ഞാൻ ഈ കണ്ണ് വരയ്ക്കാനൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ടൂള് അതിങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ശരിക്കും സിലിക്കോൺ ടൈപ്പാണ് അതിൻ്റെ എഡ്ജ് വരുന്നത്. ഞാൻ ഈ ടൂൾസിൻ്റെ എല്ലാം കൂടെ ഒരു വീഡിയോ അങ്ങനെ തന്നെയായിട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇതൊന്നും ആദ്യ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു കേട്ടോ. അപ്പോൾ വല്ലവന് പുല്ലും ആയുധം എന്ന് പറയുന്നത് പോലെയായിരുന്നു. ഉള്ളതൊക്കെ വെച്ച് തട്ടിക്കൂട്ടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പലരും സങ്കടം പറയാറുണ്ട്, എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, നല്ല ഫിനിഷിങ് ലുക്കിൽ ഫോണ്ടിൻ്റെ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഒത്തിരി സങ്കടപ്പെട്ട് മെസ്സേജ് അയക്കുന്നവരുണ്ട് കേട്ടോ. ആരും സങ്കടപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പം എൻ്റെ പഴയ യൂണിക്കോണിനെ ഡോറേനെയൊക്കെ എടുത്ത് കാണുമ്പോൾ എനിക്ക് ചിരി വരും. കാലത്ത് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് അത് ഭയങ്കര സൂപ്പറാണെന്നാണ്. പക്ഷേ ഇപ്പം നോക്കുമ്പം അയ്യേ ഇതെന്നതാ ഉണ്ടാക്കി വെച്ചേക്കണേന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. അപ്പം നിങ്ങൾ അതൊന്നും സങ്കടപ്പെടേണ്ട. നമ്മൾ ചെയ്ത് എന്തായാലും ആ ഒരു പെർഫെക്ഷൻ ലെവലിലേക്ക് എത്തത്തുള്ളൂ. ഞാനും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെക്കാളും നന്നായിട്ട്, ഒരുപാട് നന്നായിട്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഇമേജസ്, അവർ ചെയ്തേക്കുന്ന കേക്കിൻ്റെ ഇമേജസ് അല്ലെങ്കിൽ അവരുടെ വർക്ക് അതൊക്കെ എടുത്തിട്ട് അത് കോപ്പി ചെയ്യാൻ നമ്മൾ നോക്കുക. അവരുടെ ഫോണ്ടിൻ്റെ വർക്കൊക്കെ നമ്മൾ കോപ്പി ചെയ്യാൻ നോക്കുക. അപ്പോൾ അത്രയും ഒരു പെർഫെക്ഷൻ ലെവലിൽ എത്താൻ വേണ്ടി നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. ആദ്യം തന്നെ കിട്ടണമെന്നില്ല, പക്ഷെ പലതവണ ചെയ്ത് ആ ഒരു ലെവലിലേക്ക് നമുക്ക് പയ്യെ എത്തിച്ചേരാൻ പറ്റും.
ഞാൻ എപ്പോഴും ചെയ്യുന്നത് നമ്മളീ ഇപ്പോൾ ഫോറിനേഴ്സൊക്കെ ഒരുപാട് പേരുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നവർ. അപ്പോൾ അവരുടെ ഇമേജൊക്കെ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്താൻ ഞാൻ എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഒരിക്കലും എനിക്കും അതുപോലെ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുപോലെ നിങ്ങളും ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൈവിടരുത്. മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ നമ്മൾ ട്രയൽ ആൻഡ് എററിലൂടെയാണ് നമുക്കത് പെർഫെക്ഷൻ ലെവലിൽ എത്താൻ പറ്റുള്ളൂ. ഓരോ തവണ ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ മിസ്റ്റേക്ക് എന്താണെന്ന് നമുക്ക് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പം ആ മിസ്റ്റേക്ക് മാറ്റി മാറ്റി ചെയ്തു വരുമ്പോഴത്തേക്കും ഓക്കെ ആയിക്കോളും കേട്ടാ. നമ്മുടെ പിതാവും മാതാവും പൈതലും കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ഇമേജ് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ചേർന്നിരിക്കണം. അപ്പം നമ്മൾ മാതാവിൻ്റെ ഫേസ് കുറച്ച് ചേർച്ചക്കുറവുണ്ടെന്ന് തോന്നി. ഇപ്പം ബാക്കിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് അതിൻ്റെ ആ തിക്നെസ് കുറച്ച് കേട്ടോ ഞാൻ. ഇനി നമ്മൾ ബേബീനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബേബീനെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം സമയം തീർന്ന്. അതുകൊണ്ട് എനിക്കെന്തോ നമ്മുടെ പൈതലിൻ്റെ ഫേസ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യുക. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഒരു നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് മനസ്സിലൊരു ഇതുണ്ടല്ലോ, ആ ഒരു ഇതിലേക്ക് എത്തിച്ചേരാൻ എന്നെക്കൊണ്ട് പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ സമയം ഒട്ടും ഇല്ലായിരുന്നു. ഞാൻ ആദ്യം ബേബീനെ ഉണ്ടാക്കിയപ്പോൾ ചെറിയൊരു ക്രാക്ക് വീണു. അപ്പോൾ നമ്മൾ ക്രാക്ക് വീണ സമയത്ത് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് മയപ്പെടുത്തി എടുക്കണം ഫോണ്ടൻറ്റിനെ. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഷോർട്ടനിങ് ഇല്ലേ, അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ സോഫ്റ്റ് ആക്കി എടുക്കാം. പിന്നെ മാതാവിൻ്റെയും പിതാവിൻ്റെയും നടുക്കായിട്ട് ഈ പൈതൽ വരണം. അപ്പം നമ്മുടെ ബേബിക്ക് അധികം ഹെഡ് അധികം സൈസ് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടും കുറച്ച് ടഫായിരുന്നു ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ ബേബി ഫേസ് ചെയ്യുമ്പോഴല്ലോ, ഈ കണ്ണ്, മൂക്ക്, ചുണ്ട് ഇത് തമ്മിൽ അധികം ഗ്യാപ്പ് കൊടുക്കരുത്. ഇതുങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ് കൂടുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഫോണ്ടൻ ഫിഗറിൻ്റെ ഏജ് കൂടി വരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ മാക്സിമം ബേബി ഫേസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ചുണ്ട്, കവിള്, കണ്ണുകൾ എല്ലാം ഒരു അടുത്തടുത്ത് വരാൻ ശ്രമിക്കണം. പിന്നെ നെറ്റിയുടെ ഭാഗം കുറച്ച് കൂടുതൽ കൊടുക്കാം. പക്ഷെ അതിന് താഴേക്ക് വരുന്ന പോർഷൻസ് എല്ലാം കുറച്ച് ചേർന്നിരിക്കണം. ഗ്യാപ്പ് കൊടുക്കരുത്. ഞാൻ പറഞ്ഞ പോലെ ഗ്യാപ്പ് വരുമ്പോഴാണ് നമ്മൾ ഏജ് കൂടി വരുന്നത്. അപ്പം നമ്മൾ ഏജ് കൂടുതലുള്ള ആൾക്കാരെ ഉണ്ടാക്കണമെങ്കിൽ ആ ഗ്യാപ്പ് കുറച്ചുകൂടെ കൂട്ടി കൊടുത്താൽ മതി. പിന്നെ ബേബി ചെയ്യുമ്പോഴും കുറച്ച് കവിള് കൂടുതൽ കൊടുക്കണം കേട്ടോ. എന്നാലേ ആ ഒരു ക്യൂട്ട്നെസ് വരത്തുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല ചബ്ബി ചീക്സ് ഉണ്ടല്ലോ. പക്ഷേ നമ്മൾ ചെയ്തു വരുമ്പോൾ അത്ര ചബ്ബിയായിട്ടൊന്നും വരത്തില്ലെങ്കിലും കുറച്ച് കവിളൊക്കെ കൊടുക്കാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ധൃതിയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം 5:30 എങ്ങാണ്ട് വരുമെന്ന് പറഞ്ഞ് ഏകദേശം 5:30 എങ്ങാണ്ട് ആകാറായി. പക്ഷെ ഞാൻ ആ സമയത്തിനുള്ളിൽ എല്ലാം ഫിനിഷ് ചെയ്ത് തീർത്തായിരുന്നു. പക്ഷേ കസ്റ്റമർ വന്നില്ല കേട്ടോ. ഒത്തിരി താമസിച്ച് എങ്ങാണ്ടാ വന്നത്. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നമ്മൾ കഷ്ടപ്പെട്ട് ആ ഒരു പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് ചിലപ്പോൾ തീർത്ത് വെച്ച് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ കസ്റ്റമർ വരത്തില്ല. പക്ഷേ ആ സമയമായിട്ട് നമുക്ക് തീർക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞ സമയത്ത് കസ്റ്റമർ വന്നിരിക്കും. അങ്ങനെയാണ്, എന്നാ ചെയ്യാനാന്ന് പറ. ഒരു ഉച്ച കഴിഞ്ഞ് ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ കുറച്ച് താമസിച്ച് വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. പറഞ്ഞ സമയത്ത് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ രാവിലെ ഒരു 9 മണി, 8:30, 10 ആ ഒരു സമയത്തൊക്കെ സമയമൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് കസ്റ്റമർ വന്നില്ലെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല. കാരണം രാവിലെ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണല്ലോ. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അവർക്ക് ഫുഡ് കൊടുക്കണം, അവരെ സ്കൂളിൽ വിടണം. അപ്പോൾ ഇങ്ങനെ കുറേ ടൈറ്റ് ഷെഡ്യൂളാണ്. അപ്പോൾ ഇതിനിടയിൽ കൂടെ നമ്മൾ കേക്കും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് വെക്കും. അപ്പോൾ വന്നില്ലെങ്കിൽ എനിക്ക് ശരിക്കും സങ്കടം തോന്നാറുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ അപ്പോൾ കുറച്ചുകൂടെ സമയം കിട്ടുവാണെങ്കിൽ നമുക്ക് ആ റിലാക്സ് ആയിട്ട് അങ്ങ് ചെയ്യാമായിരുന്നല്ലോ എന്ന് തോന്നിപ്പോവാറുണ്ട്. അപ്പോൾ നമ്മൾ ഇവരെ ഇങ്ങനെയാണ് കേക്കിനകത്തേക്ക് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. വേണമെങ്കിൽ ചെറുതായിട്ട് ചെറിയ ബ്ലഷൊക്കെ കൊടുക്കാം. ഞാൻ ബ്ലഷ് ഇട്ടുകൊണ്ടിരിക്കുന്നതാണത്. ഇതായിരുന്നു കസ്റ്റമർ തന്ന ഇമേജ്. ഇതിൻ്റെ സെൻറ്ററിൽ ബേബിനെയും കൂടെ ആഡ് ചെയ്യണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതുപോലെ അല്ലെങ്കിലും എൻ്റേതായ രീതിയിൽ വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരു ബേസല്ല സെറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഓരോന്ന് പെറുക്കിയാണ് കേക്കിൻ്റെ മുകളിലേക്ക് വെക്കാൻ പോകുന്നത്. അതൊരു വല്ലാത്ത ടാസ്ക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിൽ ഒരു ഫോണ്ടൻ്റ് ബേസായിട്ട് കൊടുത്തിട്ട് ഫോണ്ടൻ്റിൽ ഒട്ടിച്ചിട്ട് നേരെ കേക്കിൻ്റെ മുകളിലേക്കാണെങ്കിലും വെക്കാം. അതായിരിക്കും കുറച്ചുകൂടെ ഈസി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഡയറക്റ്റ് കേക്കിന് മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക എന്നുള്ളൊരു ഓപ്ഷൻ കുറവാണ്. കാരണം പിന്നെ കേക്കിൽ പാട് വീഴുമല്ലോ. നമ്മൾ പിന്നെ അത് മാറ്റിക്കഴിഞ്ഞാൽ വൃത്തികേടായി പോകും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഫോണ്ടൻ ബേസ് വെച്ചിട്ടാണെങ്കിലും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ കേക്കിൻ്റെ ടോപ്പിൽ വെക്കുന്നതുകൊണ്ട് റിസ്ക് ഇല്ല. ഫോണ്ടൻ്റ് ഡ്രൈ ആവണമെന്നോ അങ്ങനത്തെ പ്രശ്നമില്ല. ഊർന്ന്
ഒലിച്ച് ചാടി പോകുന്ന ഒരു ഇഷ്യൂ വരത്തില്ലല്ലോ. അപ്പം നമുക്കിതിപ്പോൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ കേക്കിന് മുകളിലേക്കാണല്ലോ എടുത്ത് വെക്കാം. പിന്നെ ആ കൈ ഒന്നും ഞാൻ ഡ്രൈ ആകാൻ സമയം കൊടുത്തിട്ടില്ല. കാരണം നമ്മൾ കേക്കിനകത്തേക്ക് വെച്ച് കൊടുക്കുമ്പം വളയ്ക്കുകയോ തിരിക്കുകയോ ചെയ്യുമ്പോൾ ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ഞാൻ ഡ്രൈ ആക്കിയിട്ടില്ല കേട്ടോ. CMC ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന റോസസിന്റെയും ലീഫിന്റെയും മോൾഡുകൾ ഇതാണ്, സിലിക്കോൺ മോൾഡ്സ് ആണ്. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചാട്ടോ. ഓൺലൈനിൽ തപ്പിക്കഴിഞ്ഞാൽ കിട്ടുമായിരിക്കണം. സെയിം അല്ലെങ്കിലും എക്സാക്ട് സെയിം അല്ലെങ്കിലും ഇതുപോലത്തെ മോൾഡ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക് വന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയോ ഇല്ലയോ എന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. പാർട്ട് 1 അത്ര റെസ്പോൺസ് ഇല്ലായിരുന്നു, നിങ്ങൾക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നിങ്ങളത് കമന്റ് ചെയ്യണം, എന്നാലേ എനിക്ക് ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ഓക്കെ, ബൈ.